നിറവിലേക്ക് സ്വാഗതം. സകല മനുഷ്യരുടെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും സ്നേഹം ഒരു ഹൃദയത്തിനുള്ളിൽ ഒന്നിപ്പിക്കാമെങ്കിൽ ഒന്നിപ്പിക്കപ്പെട്ട ഈ സ്നേഹത്തെ ദൈവം ഓരോ ആത്മാവിനും വേണ്ടി കരുതുന്ന ഏറ്റവും കുറഞ്ഞ അളവിലുള്ള സ്നേഹവുമായി തുലനപ്പെടുത്താനാകില്ല. വിശുദ്ധ അൽഫോൺസ് ലിഗോറിയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. അലോഷി ആലപ്പുഴ ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. മാതാവേ, ലോകമാതാവേ, എൻ പ്രാണനും നീയാണല്ലോ, എൻ ജീവിതം നീയാണമ്മേ, സർവം ക്ഷമിക്കുന്നൊരമ്മേ. മാതാവേ, ലോകമാതാവേ, എൻ പ്രാണനും നീയാണല്ലോ, എൻ ജീവിതം നീയാണമ്മേ, സർവം ക്ഷമിക്കുന്നൊരമ്മേ. അമ്മേ മരിയേ, ഈ കുടുംബത്തിൻ വിളക്കായി വരുമോ നല്ലൊരമ്മേ. അമ്മേ മരിയേ, ഈ കുടുംബത്തിൻ വിളക്കായി വരുമോ നല്ലൊരമ്മേ. ജീവിതം തകർച്ചയിൽ വീണിടുമ്പോ മനസ്സും മെയ്യും തളർന്നിടുമ്പോ, ജീവിതം തകർച്ചയിൽ വീണിടുമ്പോ മനസ്സും മെയ്യും തളർന്നിടുമ്പോ, ഉള്ളിൻ്റെ ഉള്ളം അറിയുന്നോളേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണമേ. ഉള്ളിൻ്റെ ഉള്ളം അറിയുന്നോളേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണമേ. അമ്മേ മരിയേ, ഈ കുടുംബത്തിൻ വിളക്കായി വരുമോ നല്ലൊരമ്മേ. അമ്മേ മരിയേ, ഈ കുടുംബത്തിൻ വിളക്കായി വരുമോ നല്ലൊരമ്മേ.
ജീവിതം നീയാണമ്മേ, സർവം ക്ഷമിക്കുന്നൊരമ്മേ, മാതാവേ, ലോകമാതാവേ, എൻ പ്രാണനും നീയാണല്ലോ, എൻ ജീവിതം നീയാണമ്മേ, സർവം ക്ഷമിക്കുന്നൊരമ്മേ, അമ്മേ മരിയേ, ഈ കുടുംബത്തിൻ വിളക്കായി വരുമോ നല്ലൊരമ്മേ, അമ്മേ മരിയേ, ഈ കുടുംബത്തിൻ വിളക്കായി വരുമോ നല്ലൊരമ്മേ, നല്ലൊരമ്മേ, നല്ലൊരമ്മേ. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ. ഈ വിഷയമാണ് ഷിജി ടീച്ചർ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. പത്രത്താളുകളിൽ നാം കൗതുകത്തോടെ കടന്നു പോകുന്ന ഒരു പേജുണ്ട്. വിശുദ്ധരുടെയൊക്കെ ചിത്രങ്ങളായിരിക്കും അവിടെ കൂടുതൽ. പലതിൻ്റെയും അടിക്കുറിപ്പ് ഇങ്ങനെയായിരിക്കും: ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിൽ ഉപകാരസ്മരണ, നന്ദിയോടെ ഒരു വിശ്വാസി എന്നിടുന്നവരുണ്ട്. അതല്ലെങ്കിൽ സ്വന്തം പേരും അഡ്രസ്സും ഒക്കെ ചേർക്കുന്നവരുമുണ്ട്. എന്തായാലും കാര്യം വളരെ വ്യക്തമാണ്. അവർക്ക് ഈ ഒരു വിശുദ്ധനിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെയൊക്കെ പ്രാർത്ഥിച്ച്, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അവരുടെ കാര്യം സാധിച്ചു കിട്ടി. അതിൻ്റെ സന്തോഷ പ്രകടനമാണ്. അതായത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമ്പോൾ അവരോട് നമുക്കുണ്ടാകുന്ന കടപ്പാട്, ചിലപ്പോഴത് വിശുദ്ധരോ പരിശുദ്ധ അമ്മയോ ഒക്കെ ആകുന്നത് പോലെ തന്നെ ജീവിതത്തിലെ പച്ചയായ ചില മനുഷ്യരും നമ്മെ ഇതുപോലെ സഹായിക്കാറുണ്ട്. തളർന്നു വീഴുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വീണ് കിടക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ കരം പോലെ കരം നീട്ടിത്തന്ന് എഴുന്നേൽക്കാൻ നമ്മെ സഹായിക്കുന്ന ചിലർ, അല്ലെങ്കിൽ സാരമില്ല പോട്ടെ, ഞാൻ കൂടെ നിൽക്കാം, നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്ന മട്ടിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ മുഖമുള്ള ചില മനുഷ്യർ. ഇവരെയൊക്കെ നാം നന്ദിയോടെ ഓർക്കും. നന്ദിയോടെ ഓർക്കുക മാത്രമല്ല, നമ്മുടെ നന്ദി വാക്കുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം പലപ്പോഴും അനുസ്മരിക്കാറുമുണ്ട്. ഇത്തരം ചില നന്ദി പ്രകടനത്തിൻ്റെ അല്ലെങ്കിൽ കടപ്പാടിൻ്റെ അല്ലെങ്കിൽ പ്രശംസയുടെ വാക്കുകളൊക്കെ നമ്മൾ സിനിമകളിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ വെല്ലുന്ന രീതിയിൽ ഭംഗിയായി അവതരിപ്പിക്കുന്ന സിനിമകളൊക്കെ നാം കടപ്പാടിൻ്റെതും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നന്ദി പ്രകടനത്തിൻ്റെതുമായ അനുസ്മരണങ്ങൾ നടത്തുന്ന രംഗങ്ങളുള്ള സിനിമകളൊക്കെ നാം അത്ഭുതത്തോടെ കണ്ടിരിക്കാറുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല വാക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളോടുള്ള കടപ്പാട് ഏറ്റുപറയുന്നത് കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിന് സന്തോഷം തന്നെയാണ്. അത് എത്ര വലിയ നിസ്സംഗനായാലും സന്യാസിയായാലും അല്ലെങ്കിൽ ആശ്രമവാസിയായാലും തന്നെക്കുറിച്ച് നല്ല രീതിയിൽ മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ അർഹമായ സമയത്ത് പ്രശംസ കിട്ടുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹനം കിട്ടുന്നത് ആർക്കും സന്തോഷം തന്നെയാണ്. അതെല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനും ചിത്രകാരനുമൊക്കെയായിരുന്നു ജോൺ റസ്കിൻ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൂടുതലും ധാർമ്മിക മൂല്യവും ആധ്യാത്മിക മൂല്യങ്ങളും ഒക്കെയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഈ ജോൺ റസ്കിൻ്റെ എഴുത്തുകളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനാശൈലിയും ആശയങ്ങളുമൊക്കെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഏറെ സ്വാധീനിച്ചിട്ടുമുണ്ട്. ഗാന്ധിജി തന്നെ അത് പലപ്പോഴും ഏറ്റുപറഞ്ഞിട്ടുമുണ്ട്. ജോൺ റസ്കിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ, പ്രശംസയുടെ വാക്കുകൾ, അഭിനന്ദനത്തിൻ്റെതായ ചില പെരുമാറ്റങ്ങളൊക്കെ യഥാർത്ഥ സമയത്ത് അർഹമായ ആളുകളിലേക്ക് എത്തുമ്പോൾ അത് അവരിൽ ഉണ്ടാക്കുന്ന മാറ്റം അത്ഭുതാവഹമാണ്. വാസ്തവത്തിൽ ജോൺ റസ്കിൻ പറഞ്ഞു വയ്ക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയുടെ ഒരു വലിയ പങ്ക് തന്നെ ഇതുപോലെയുള്ള പ്രോത്സാഹനങ്ങളും അഭിനന്ദന വാക്കുകളും ആണെന്നാണ്. അദ്ദേഹം കൗതുകകരമായി നിരീക്ഷിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്:
ഇഴഞ്ഞു നീങ്ങുന്ന ഒരു വസ്തുവിന് ഊർജം നൽകുമ്പോൾ അതിൻ്റെ ചലനം ത്വരിതഗതിയിലാകുന്നു. വാടി നിൽക്കുന്ന സസ്യലതാദികൾക്ക് പുതുമഴ ഏൽക്കുമ്പോൾ അത് വല്ലാതെ തുടുക്കുന്നു, അല്ലെങ്കിൽ തഴച്ച് വളരുന്നു. മുനിഞ്ഞു കത്തുന്ന ഒരു വിളക്കിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ജ്വാല ആളിക്കത്തുകയാണ്. അതുമല്ലെങ്കിൽ കൂമ്പി നിൽക്കുന്ന മുകുളങ്ങൾ സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോൾ വിടർന്ന് പരിലസിക്കുന്നു. ഇതുപോലെയാണ് അർഹമായ സമയത്ത് യഥാർത്ഥമായ ആത്മാർത്ഥമായ പ്രശംസയും പ്രോത്സാഹനവും കിട്ടുന്നവരുടെ കാര്യവും. അവർക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ ആ പ്രോത്സാഹനം കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുമത്രേ. ഏത് പ്രായക്കാർക്കും പ്രോത്സാഹനവും അല്ലെങ്കിൽ അഭിനന്ദനവും ഒക്കെ അത്യാവശ്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ അത് ആവശ്യമുള്ളത് ശൈശവത്തിലും ബാല്യത്തിലുമാണെന്നാണ് ജോൺ റസ്കിൻ്റെ നിരീക്ഷണം. അദ്ദേഹം പറയുന്നു, അർഹമായ സമയത്ത് പ്രോത്സാഹനം കിട്ടി വളരുന്ന കുട്ടികൾ ജീവിതത്തിൽ ഉയർച്ചകൾ താണ്ടുക തന്നെ ചെയ്യും. അവരുടെ ആത്മവിശ്വാസവും വ്യക്തിത്വവും വളരുക തന്നെ ചെയ്യും. പക്ഷെ നമ്മളിൽ പലരും, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ ഈ ഒരു കാര്യത്തിൽ അല്പമൊക്കെ പിശുക്ക് കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? നന്മകൾ ഏറെ ഉണ്ടായിരിക്കാം കുട്ടികൾക്ക്. അതൊരു പക്ഷേ അതവർ ചെയ്യേണ്ടതല്ലേ, അതവരുടെ കടമയല്ലേ, അവരിൽ നിന്ന് അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന മട്ടിലാണ് നമ്മൾ പലപ്പോഴും പെരുമാറാറുള്ളത്. അതേസമയം തന്നെ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ കുസൃതികളൊക്കെ നമ്മൾ പർവ്വതീകരിച്ചു കാണിച്ച് അത് തിരുത്താൻ എന്ന ഭാവത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞ് അതിനെ ഒരുതരം മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കാനും നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. തീർച്ചയായും കുട്ടികൾക്ക് യഥാർത്ഥമായ സമയത്ത് ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും പ്രോത്സാഹനവും അഭിനന്ദനവും നൽകുക തന്നെ വേണം. ജോൺ റസ്കിൻ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു അമ്മയുടെയും മകൻ്റെയും അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ മകൻ, ബാല്യത്തിലെത്തിയ ഈ മകൻ പൊതുവെ അലസനാണ്, അത്രയൊന്നും കാര്യപ്രാപ്തിയില്ല, അത്രയ്ക്ക് ആത്മവിശ്വാസവുമില്ല. അങ്ങനെയെങ്കിൽ തൻ്റെ മകനെ കുറേ കൂടെ ഊർജ്ജസ്വലനാക്കണമല്ലോ, കാര്യശേഷി ഉള്ളവനാക്കണമല്ലോ എന്നൊക്കെയുള്ള ചിന്തയിൽ അമ്മ മകനോട് പറയുകയാണ്, ഇനി മുതൽ നീ എന്നെയും നിൻ്റെ പിതാവിനെയും ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളിൽ സഹായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അലസനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. മകൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അമ്മയെ അവൻ സഹായിക്കേണ്ടിയിരുന്നത് എന്നും വൈകുന്നേരം ഭക്ഷണശേഷം പാത്രങ്ങൾ കഴുകി തുടച്ച് അടുക്കി വെക്കുന്നതിലും അടുക്കള വൃത്തിയാക്കുന്നതിലും ഒക്കെ ആയിരുന്നു. അത് നമ്മുടെ ഈ കുട്ടിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിരുന്നില്ല. കാരണം ആ സമയത്ത് അവന് ഇഷ്ടമുള്ള TV പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അമ്മയുടെ സ്നേഹപൂർവമായ നിർബന്ധം കാരണം അവൻ എന്നും ഈ സമയത്ത് അമ്മയെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അമ്മ കഴുകി കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ ഈ കുട്ടിയാണ് ടവല് കൊണ്ട് തുടച്ച് അടുക്കി ഷെൽഫിൽ വെക്കുന്നു. പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വിരുന്നിന് ശേഷം, അല്ലെങ്കിൽ വിരുന്നുകാർ വന്നു പോയതിനു ശേഷം നല്ല വിലപിടിപ്പുള്ള പാത്രങ്ങൾ കഴുകി തുടച്ച് വയ്ക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും നല്ല ഒരു ചില്ല് പാത്രം വീണുടയുകയാണ്. കുട്ടി പേടിച്ചുപോയി. കാരണം നല്ല വിലപിടിപ്പുള്ള പാത്രമാണ്, എപ്പോഴുമൊന്നും അത് പുറത്തെടുക്കാറില്ല. ഇന്നിപ്പോൾ വിശിഷ്ടാതിഥികൾ വന്നതുകൊണ്ട് മാത്രം പുറത്തെടുത്തതാണ്. താൻ അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിൽ അമ്മ ഇപ്പോൾ തന്നെ കടുത്ത രീതിയിൽ ശിക്ഷിക്കുമല്ലോ എന്ന ഭയത്തോടെ, പരിഭ്രമത്തോടെ കുട്ടി നിൽക്കുകയാണ്. അവന് മറ്റൊരു പേടിയും കൂടിയുണ്ട്. തൻ്റെ TV പ്രോഗ്രാം തുടങ്ങുന്നതിനുള്ള സമയമായതുകൊണ്ട് താൻ അത് അലസമായി കൈകാര്യം ചെയ്തതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചതെന്ന കുറ്റപ്പെടുത്തലും അമ്മ നടത്തിയേക്കുമല്ലോ. ഏത് സമയത്തും ശിക്ഷ ലഭിക്കും. കുട്ടി തല താഴ്ത്തി ഏതാണ്ടൊരു വിറയലോടെ നിൽക്കുകയാണ്. പക്ഷെ കുട്ടിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അമ്മ പറഞ്ഞു, മോനെ, കഴിഞ്ഞ 2 ആഴ്ചയായി നീ എന്നെ സഹായിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും ദിവസവും നിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള കുറവുകളും സംഭവിച്ചില്ല. എത്ര നന്നായിട്ടാണ് നീ എന്നെ സഹായിച്ചു കൊണ്ടിരുന്നത്. ഇന്നൊരു ദിവസം ഇങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു എന്നല്ലേ ഉള്ളൂ. ഇത് ഞാൻ കാര്യമായി എടുക്കുന്നില്ല. അത് ആരുടെ ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ആവാം. ആ പാത്രത്തിന് അല്പം തിളക്കവും മിനുസവും കൂടുതലുണ്ടായിരുന്നു. വിലപിടിപ്പുള്ള പാത്രമായിരുന്നു. ഒരുപക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും വീണു പോകാമായിരുന്നു. അതിനകത്ത് നിനക്ക് യാതൊരു കുഴപ്പവുമില്ല. നീ ഇതേവരെ എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയും മകനും ചേർന്ന് ആ ചില്ല് കഷ്ണങ്ങളൊക്കെ തൂത്തുവാരി അവിടെ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കുണ്ടായ മാനസികമായ ഒരു ശാന്തി, സമാധാനം, സന്തോഷം പറഞ്ഞറിയിക്കാനാവുമായിരുന്നില്ലത്രേ.
ആ കുട്ടി പിന്നീട് പൂർവാധികം ഉത്സാഹത്തോടെ അമ്മയെ സഹായിക്കാനും തൻ്റെ പിതാവിനെയും മറ്റു കാര്യങ്ങളെ സഹായിക്കാനും തുടങ്ങിയെന്നും പിന്നീട് അവൻ ഒത്തിരി കാര്യപ്രാപ്തിയിലേക്ക് വളർന്നു വന്നുവെന്നുമാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ ജോൺ റസ്കിൻ ചൂണ്ടിക്കാട്ടുന്നത്. ചുരുക്കത്തിൽ യഥാർത്ഥമായ പ്രശംസ അർഹമായ സമയത്ത് തന്നെ, അല്ലെങ്കിൽ വേണ്ട സമയത്ത് തന്നെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അധ്യാപകരും മുതിർന്നവരും കൂടി ആ ഗണത്തിൽ വരുന്നു, നൽകുക തന്നെ വേണം. അത് കുഞ്ഞുങ്ങളെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി കുട്ടികൾക്ക് മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും പ്രശംസയും അല്ലെങ്കിൽ പ്രോത്സാഹനവും അഭിനന്ദനത്തിൻ്റെതായ വാക്കുകളും അത്യാവശ്യം തന്നെയാണ്. കാരണം മുൻപോട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നത് അത്തരം വാക്കുകളാണ്. അവരുടെ പ്രവൃത്തികളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. അവരുടെ നന്മയെ മറ്റുള്ളവർ ഏറ്റുപറയുന്നതാണ്. നാം മറ്റുള്ളവരിലേക്ക് ചൊരിയുന്ന പ്രശംസയുടെ വാക്കുകൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. മറ്റുള്ളവരിലേക്ക് പ്രശംസകൾ ചൊരിയണമെങ്കിൽ നാം അവരെ ശ്രദ്ധിക്കണം. അവർ ചെയ്യുന്ന നന്മകൾ കണ്ടെത്തണം. അതായത് മനഃപൂർവ്വമായി ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ നിന്നും മാറി മറ്റുള്ളവരിലേക്ക് എത്തണം. അങ്ങനെ മറ്റുള്ളവരിലെ നന്മ കാണുമ്പോൾ നാം പരോക്ഷമായി ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നന്മകൾക്കും അതോടൊപ്പം മറ്റുള്ളവർക്ക് ദൈവം നൽകിയ നന്മകൾക്കും നാം നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഞാനെന്ന ഭാവത്തെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അഹംഭാവത്തെ മാറ്റി നിർത്തിയാൽ മാത്രമേ മറ്റുള്ളവരിലെ ചെറിയ നന്മകളെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കണ്ടാൽ മാത്രം പോരാ, അതിനെ അംഗീകരിക്കാനുള്ള മനസ്സുകൂടി നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു മനസ്സുണ്ടാവാനും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക തന്നെ വേണം. തീർച്ചയായും മറ്റുള്ളവരെ പ്രശംസിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ സംഗതിയാണ് എന്ന് നമുക്ക് പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസിനുള്ള ലേഖനത്തിൽ എഴുതിയ വാക്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ശരീരം ഒന്നാണെങ്കിലും അതിൽ അവയവങ്ങൾ പലതാണ്. തല കാലിനോട് നീ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ കണ്ണ് കൈയോട് നീ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ സംഭവിക്കാനും സാധ്യതയില്ല. അല്ലെങ്കിൽ ചെവിക്ക് കണ്ണിനോടോ കൈയോടോ മാറി നിൽക്കാൻ പറയാൻ പറ്റില്ല. ഇതെല്ലാവരും ചേർന്നതാണ്, അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും ചേർന്നതാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിലാണ്. അപ്പസ്തോലൻ തുടർന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ദുർബലമെന്ന് നമ്മൾ കരുതുന്ന പല അവയവങ്ങളെയും നാം വളരെ മാന്യമായും അല്ലെങ്കിൽ അലങ്കരിച്ചും കൊണ്ടു നടക്കേണ്ടതുണ്ട്. ഭംഗിയുള്ളവയ്ക്ക് അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല, ദുർബലമായതിനാണ് അലങ്കാരത്തിൻ്റെ ആവശ്യമുള്ളത്. അതുകൊണ്ട് അവയെ നാം പ്രത്യേകമായി കരുതുക തന്നെ വേണം. അതോടൊപ്പം അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നു, നാം എപ്പോഴും ശ്രദ്ധിക്കണം, ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് വേദന ഉണ്ടാകുമ്പോൾ ശരീരം മുഴുവനാണ് വേദനിക്കുന്നത്. ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് പ്രശംസ കിട്ടുമ്പോൾ ശരീരം മുഴുവനായിട്ടാണ് സന്തോഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നാം ദുർബലരെന്ന് കരുതുന്നവരെ, അപ്രാപ്തരെന്ന് കരുതുന്നവരെ, അയോഗ്യരെന്ന് കരുതുന്നവരെ പ്രത്യേകമായി കരുതേണ്ടതല്ലേ? അവരെ പ്രത്യേകമായി കരുതേണ്ടതും അവരുടെ പ്രയത്നങ്ങളെ കണ്ടെത്തി അതിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതല്ലേ? പ്രശംസിച്ച് അവരെ നാം കൂടെ നിർത്തേണ്ടതല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ബാഹ്യമായ മോടികളിലായിരിക്കരുത് ശ്രദ്ധ, അല്ലെങ്കിൽ അലങ്കാരങ്ങളിലായിരിക്കരുത് ശ്രദ്ധ. നമുക്ക് ഉള്ളറിയാൻ സാധിക്കണം. ചന്ദ്രപ്രഭയോ ചന്ദന ലേപമോ അല്ല നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടേണ്ടത്. മറിച്ച് സംസ്കാരയുക്തമായ ഭാഷ, നല്ല വാക്കുകൾ, മറ്റുള്ളവരുടെ നന്മയെ കണ്ടെത്താനുള്ള മനസ്സ്, പ്രശംസിക്കാനുള്ള മനസ്സ്, ഇതൊക്കെ തന്നെ ആയിരിക്കണം നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടേണ്ടത്. സജ്ജനങ്ങളിൽ പലരെയും നമ്മൾ ഓർത്തു വെക്കുന്നത് അവരുടെ പ്രവർത്തന മികവ് കൊണ്ടായിരിക്കണമെന്നില്ല, മറിച്ച് നമ്മുടെ ചെറിയ നന്മകൾ പോലും കണ്ടെത്തി അവർ നമുക്ക് തന്ന അംഗീകാരങ്ങളിലൂടെ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ആത്മാർത്ഥതയുള്ള വാക്കുകൾ നമ്മിൽ നിന്നും പ്രവഹിക്കട്ടെ. മറ്റുള്ളവരിലെ ചെറിയ നന്മകളെ പോലും കണ്ടെത്തി അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. അത്തരം വാക്കുകളും അത്തരം പ്രവർത്തനങ്ങളും അത്തരം തലോടലുകളും ഒക്കെ ആയിരിക്കും ഒരാളുടെ വ്യക്തിത്വത്തിന് തീർച്ചയായും മാറ്റുകൂട്ടുന്നത്. അത് പറയുന്ന വ്യക്തിയെ മാത്രമല്ല മഹത്വത്തിലേക്ക് കൊണ്ടുപോവുക, കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതും അത്തരം വാക്കുകളായിരിക്കും. പുതിയൊരു വീഡിയോയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്.
പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. പങ്കുവെക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണോ? പ്രത്യേകിച്ച് പങ്കുവെക്കുന്നത് ഏറെ ദുർലഭവും അധ്വാനിച്ചുണ്ടാക്കിയതുമായ ഒന്നാണെങ്കിൽ. മനുഷ്യ ജീവിതത്തെ പ്രതീകാത്മകമായും വളരെ അർത്ഥപൂർണമായും ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. പങ്കുവയ്ക്കൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞതുപോലെ പങ്കുവയ്ക്കപ്പെടുന്നത് ദുർലഭവും ഏറെ കഷ്ടപ്പെട്ട് നേടിയ ഒന്നുമാണെങ്കിൽ
ഒട്ടും എളുപ്പമല്ല. ഭൂതം പൊന്നു കാക്കുന്നത് പോലെ നമ്മൾ നേടിയ പലതിൻ്റെയും മുകളിൽ പൊതിഞ്ഞിരിക്കുന്നതിന് കാരണം രണ്ടാണ്. ഇത് തീർന്നു പോകുമോ? എൻ്റെ ആവശ്യത്തിന് തികയാതെ വരുമോ? തീർന്നു പോയാൽ ഇനിയും ലഭിക്കാതെ വന്നാലോ എന്നൊക്കെയുള്ള ചിന്തകളും അതിൽ നിന്നുണ്ടാകുന്ന ഭയവും. 2, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എൻ്റെ സ്വന്തമാണ്, അതിൻ്റെ അവകാശം എനിക്ക് മാത്രമാണ്, അതിൽ മറ്റുള്ളവർക്ക് അവകാശമില്ല, ഞാൻ അവരുമായി പങ്കുവെക്കേണ്ട കാര്യമില്ല എന്നുള്ള ചിന്ത. ഈ 2 ചിന്തകളിലും ദൈവത്തിന് സ്ഥാനമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. തീർന്നു പോയാലോ തികയാതെ വന്നാലോ എന്നൊക്കെയുള്ള ആദ്യത്തെ ചിന്തയിലും അതിലുണ്ടാകുന്ന ഭയത്തിലും നമ്മുടെ ആശ്രയം ദൈവത്തിലല്ല, മറിച്ച് നമ്മുടെ തന്നെ കഴിവിലാണ്. പ്രവാചകന് അഭയം കൊടുത്ത് അന്നം കൊടുത്ത വിധവയും 5 അപ്പം ജനക്കൂട്ടത്തിനായി പങ്കുവെച്ച ബാലനും നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. അവരുടെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്ന ഒരു പാഠമുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് പങ്കുവെക്കുന്നത് അത് എത്ര ചെറുതാണെങ്കിലും ഒരിക്കലും കുറവല്ല, മറിച്ച് നിറവാണ് നമുക്ക് നൽകുക എന്ന സന്ദേശം. നാളത്തേക്ക് ശേഖരിച്ചു വയ്ക്കാൻ ഇസ്രായേൽ ജനത്തെ ദൈവം അനുവദിക്കാതിരുന്നതും ദൈവത്തിൻ്റെ പരിപാലനയിൽ അവർ പൂർണ്ണമായി ആശ്രയിക്കാൻ വേണ്ടിയാണ്. ഞാൻ അധ്വാനിച്ചതിൻ്റെ പൂർണ്ണ ഉടമസ്ഥത എനിക്കാണ്, മറ്റുള്ളവർക്കതിൽ അവകാശമില്ല, പങ്കുവെക്കേണ്ടതില്ല എന്നുള്ള ചിന്തയിലും അധ്വാനിക്കാനുള്ള കഴിവും അവസരവും അധ്വാനത്തിനുള്ള പ്രതിഫലവും നൽകിയ ദൈവത്തെ അംഗീകരിക്കാതെയും മഹത്വപ്പെടുത്താതെയുമാണ് ഇരിക്കുന്നത്. കൂടുതൽ നൽകപ്പെട്ടവനിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്ന സത്യവും ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. പങ്കുവെക്കാൻ മടിക്കുന്നിടത്ത് എതിരാളികൾ സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ പങ്കുവെച്ചു തുടങ്ങുമ്പോൾ അവിടെ പങ്കാളികളും സൃഷ്ടിക്കപ്പെടുന്നു. വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരുടെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും സ്നേഹം ഒരു ഹൃദയത്തിനുള്ളിൽ ഒന്നിപ്പിക്കാമെങ്കിൽ ഒന്നിപ്പിക്കപ്പെട്ട ആ സ്നേഹത്തെ ദൈവം ഓരോ ആത്മാവിനും വേണ്ടി കരുതുന്ന ഏറ്റവും കുറഞ്ഞ അളവിലുള്ള സ്നേഹവുമായി തുലനപ്പെടുത്താനാകില്ല. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവേ, ലോകമാതാവേ, എൻ പ്രാണനും നീയാണല്ലോ, എൻ ജീവിതം നീയാണമ്മേ, സർവം ക്ഷമിക്കുന്നൊരമ്മേ. മാതാവേ, ലോകമാതാവേ, എൻ പ്രാണനും നീയാണല്ലോ, എൻ